ദിസ് ഈസ് അനീഷ ഫ്രം ചോയ്സ് ഇക്വിറ്റി. ഇലക്ഷൻ റിസൾട്ട് ചൂടുപിടിച്ചിരിക്കുന്ന ഈ സമയത്ത് ജൂൺ 4 ആകാംക്ഷപരമായി ഈ നിമിഷത്തിൽ 2009, 2014, 2019 കാലഘട്ടങ്ങളിൽ ഇലക്ഷന് ശേഷം എന്ത് മാറ്റമാണ് മാർക്കറ്റിൽ വന്നതെന്ന്, പ്രത്യേകിച്ചും നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, സെൻസസിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചാർട്ടിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ഷന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം നിഫ്റ്റി 50-ലുണ്ടായ മാറ്റമാണ് 16 മെയ് 2009 കാണിക്കുന്നത്. ഏകദേശം 17.75% ഇൻക്രീസ് ആയതായിട്ട് കാണുന്നുണ്ട്. അതായത് 3715 എന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും 4354.30 ലെവലിലേക്ക് മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് 6 മാസത്തിന് ശേഷം എന്തായെന്ന് നോക്കാം. 6 മാസത്തിന് ശേഷം 36.15% ഉയർച്ചയുണ്ടായി. അതായത് 750 പോയിന്റോളം ഇൻക്രീസ് ആയി. ഇനി 1 ഇയറിന് ശേഷം 38.7% ഉയർച്ച ഉണ്ടാകെ നമുക്ക് പോയിന്റിൽ ഏകദേശം 736.75% പോയിന്റിൽ വ്യത്യാസമുണ്ടായി. അതായത് ഒരു ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു. ഇനി 2014 മെയ് 16 നിഫ്റ്റി 50 ഇലക്ഷൻ ഒരു ദിവസത്തിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായെന്ന് നോക്കാം. നമുക്ക് ഏകദേശം 0.84% ഉയർച്ച ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ഏകദേശം 60.55% പോയിന്റ് നിഫ്റ്റി 50-ൽ ഇൻക്രീസ് ആയതായിട്ട് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇനി 6 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ, 6 മാസത്തിന് ശേഷം നമുക്ക് 16.48% ഒരു ഉയർച്ച ഉണ്ടായി കാണുന്നുണ്ട്. അതായത് 1227.75 പോയിന്റ് മാർക്കറ്റിൽ നിഫ്റ്റി 50-ൽ ഒരു ഉയർച്ച ഉണ്ടായി. ഇനി ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ, ഒരു വർഷത്തിന് ശേഷം നിഫ്റ്റി 50-ൽ ഏകദേശം 14.71% ഉയർച്ചയുണ്ടായി. അതായത് 1170.65% പോയിന്റാണ് നമുക്കവിടെ. ഇനി 6 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ, 6 മാസത്തിന് ശേഷം നമുക്ക് 16.48% ഒരു ഉയർച്ച ഉണ്ടായി കാണുന്നുണ്ട്. അതായത് 1227.75 പോയിന്റ് മാർക്കറ്റിൽ നിഫ്റ്റി 50-ൽ ഒരു ഉയർച്ച ഉണ്ടായി. ഇനി ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലോ, ഒരു വർഷത്തിന് ശേഷം നിഫ്റ്റി 50-ൽ ഏകദേശം 14.71% ഉയർച്ചയുണ്ടായി. അതായത് 1170.65%
പോയിൻ്റാണ് നമുക്കവിടെ. ഇനി 2019 2019 നിഫ്റ്റി 50 ഒരു ദിവസത്തിന് ശേഷം, ഇലക്ഷൻ്റെ ഒരു ദിവസത്തിന് ശേഷം നമുക്ക് 1.60% ഒരു ഉയർച്ച ഉണ്ടായി. അതായത് 187.05 വരെ ഒരു നിഫ്റ്റിയുടെ ലെവൽ ഇൻക്രീസ് ആയതായിട്ട്. ഇനി മെയ് 23 2019 നിഫ്റ്റി 50 6 മാസത്തിന് ശേഷം, ഇലക്ഷൻ നടന്ന 6 മാസത്തിന് ശേഷം എന്തായെന്നാണ് ആ ഗ്രാഫിൽ കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം നിഫ്റ്റി 50 0.34% ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു 427.45 പോയിന്റോളം 6 മാസത്തിന് ശേഷം മാർക്കറ്റിൽ ഇൻക്രീസ് ആയതായിട്ടും കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് 2023 മെയ് 2019 എന്തായെന്ന് നോക്കാം. അതായത് 2019 ആയപ്പോഴേക്കും നിഫ്റ്റി 50യുടെ വാല്യൂ ഒരു വർഷം കഴിയുമ്പോഴേക്കും 22.47% കുറഞ്ഞിരിക്കുന്നു. കോവിഡ് മൂലമാണ് ഏകദേശം നമുക്ക് 2617 പോയിന്റോളം കുറഞ്ഞു. അടുത്തതൊരു ടേബിളാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് 3 വർഷം 2009 2014 2019 വർഷങ്ങളിൽ ഇലക്ഷന് ശേഷം ഒരു ദിവസത്തിന്, 6 മാസത്തിനും ഒരു വർഷത്തിനും ശേഷമുണ്ടായ ശതമാനങ്ങൾ എത്ര ശതമാനത്തോളം ഉയർന്നു എന്നതിൻ്റെ രേഖകളാണ് താഴത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അതായത് 2009 മെയ് 16 ബാങ്ക് നിഫ്റ്റിയിൽ, ഇലക്ഷന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ വ്യത്യാസമാണ്. ബാങ്ക് നിഫ്റ്റി 18.82% ഉയർന്നു. അതായത് 1071.50 പോയിന്റോളമാണ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായത്. ഓക്കെ, നമുക്കിനി 16 മെയ് 2009 ഇലക്ഷന് ശേഷം ഇലക്ഷൻ്റെ 6 മാസം ഒരു വർഷത്തിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിലുണ്ടായ വ്യത്യാസമാണ്. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ 60.77% ഇൻക്രീസ് ആയതായിട്ട് കാണുന്നുണ്ട്. അതായത് നവംബർ 16 2009 മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 9266.40, അതായത് ഏകദേശം 110.75 പോയിന്റോളം ഇൻക്രീസ് ആയതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ 18 മെയ് 2009 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രീസ് ആയ വാല്യൂ ആഫ്റ്റർ 6 മന്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2499.85 പോയിന്റോളം ഇൻക്രീസ് ആയതായിട്ട് കാണാം, പ്രീവിയസ് ക്ലോസിങ്ങിനെ വെച്ച് കമ്പയർ. അടുത്ത നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2014 മെയ് 16 ഇലക്ഷന് ശേഷം ഒരു ദിവസം, 6 മാസം, ഒരു വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. ഓക്കെ, അതായത് ഇനി ഒരു ദിവസത്തിന് ശേഷം 2.49% ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഉയർച്ച ഉണ്ടായതായി കാണുന്നു. അതായത് ഏകദേശം 616.45 പോയിന്റാണ് ഇൻക്രീസ് ആയേക്കുന്നത്. ഏകദേശം നമുക്ക് 14,853 വരെ ഹൈ പോയിട്ടുണ്ട് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ഇനി 6 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 18.34% ഇൻക്രീസ് ആയതായിട്ട് നമ്മൾ കാണുന്നു. അതായത് ഇവിടെ നമുക്ക് 17,676 വരെ ഹൈ ബാങ്ക് നിഫ്റ്റി പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 21.97% ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഉയർച്ച ഉണ്ടായതായി കാണുന്നു. ഏകദേശം നമുക്ക് 239 പോയിന്റ് വരെ ഇൻക്രീസ് ആയി. അതായത് ഹൈ പോയേക്കുന്നത് 18,439.70. 23 മെയ് 2019 ഇലക്ഷന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് മാറ്റം ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 2.62% ഒരു ദിവസത്തിന് ശേഷം ഇൻക്രീസ് ആയി. അതായത് 117.70 പോയിന്റ് ഡൗൺ ആയെങ്കിലും 10 ദിവസത്തിനുള്ളിൽ തന്നെ 803.45 പോയിന്റ് ഇൻക്രീസ് ആയി. ഏകദേശം 30,409 ക്ലോസിംഗ് പ്രൈസിൽ എത്തുകയുണ്ടായി. അടുത്തത് 6 മന്തിന് ശേഷം, 6 മാസങ്ങൾക്ക് ശേഷം 2.31% ഇൻക്രീസ് ആയി. ഏകദേശം 444.30 പോയിന്റ് വരെ പോയിന്റ് ഇൻക്രീസ് ആവുകയും 31,591.60 വരെ ലെവല് കൂടുകയും. നമുക്ക് ഇനി 1 ഇയറിന് ശേഷം നോക്കാം. 1 ഇയറിന് ശേഷം ബാങ്ക് നിഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 43.18% ഇടിവുണ്ടായി. അത് നല്ല രീതിയിൽ കുറയുകയുണ്ടായി. അതായത് ഏകദേശം 456.20 പോയിന്റ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ കാണാം.
അടുത്ത നമുക്കൊരു ചാർട്ടാണ് കാണിക്കുന്നത്. ആ ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി ഒരു ദിവസത്തിന് ശേഷവും 6 മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷവും ഉണ്ടായ വ്യത്യാസങ്ങളാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് 2009, 2014, 2019 വർഷങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് ഇതിൽ നമുക്ക് കാണാം. ഓക്കെ, അടുത്തത് നമ്മൾ 16 മെയ് 2009 സെൻസെക്സിൻ്റെ ആണ് നോക്കുന്നത്. ഒരു ദിവസം, 6 മാസം, ഒരു വർഷത്തിന് ശേഷമുള്ളതാണ് നോക്കുന്നത്. ഒരു ദിവസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17.34% ഇൻക്രീസ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഏകദേശം നമുക്ക് 16,284.21 വരെ ക്ലോസിംഗ് പ്രൈസിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് 6 മന്തിന് ശേഷമാണ്. 6 മാസത്തിന് ശേഷം 38.41% വരെ ഇൻക്രീസ് ആയിട്ട് കാണാം. അതായത് ക്ലോസിംഗ് വാല്യൂ 17,032.51 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അടുത്തത് ഒരു വർഷത്തിന് ശേഷം 39.61% ഇൻക്രീസ് ആയിരിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് ആ ഒരു സമയത്ത് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16,835.56 ആണ്. അടുത്തത് 16 മെയ് 2014 സെൻസസിൻ്റെ റിസൾട്ട് വരുന്നത് 1 ഡേ 6 മന്ത് ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. 1 ഡേക്ക് ശേഷമാണ് 1% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 216.14 പോയിന്റ് കയറിയിട്ടുണ്ട്. ക്ലോസിംഗ് പ്രൈസ് ഏകദേശം 24,121.74 വരുന്നത്. അടുത്തത് ഇനി 6 മന്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 16.27% ഇൻക്രീസ് ചെയ്തു. അതായത് ഏകദേശം 131.22 പോയിന്റ് ഇൻക്രീസ് ചെയ്തു. അതായത് ക്ലോസിംഗ് വാല്യൂ ആ ഒരു ടൈമിൽ 28,205.71 ആയി. ഓക്കെ, നമുക്കിനി 1 ഇയറിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13.26% ഇൻക്രീസ് ചെയ്തു. അതായത് ഏകദേശം 363.30 പോയിന്റ് ഇൻക്രീസ് ചെയ്തു. അതായത് ക്ലോസിംഗ് പ്രൈസ് 27,687.30 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചാർട്ടിൽ. ഈ 2019 മെയ് 23 ഇലക്ഷന് ശേഷം സെൻസസിലുണ്ടായ മാറ്റമാണ് അടുത്ത ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. അടുത്ത ഗ്രാഫിൽ ഒരു ദിവസത്തിന് ശേഷം 1.61% ആണ് വ്യത്യാസം ഉണ്ടാവുന്നത്. നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് പോകാം. അടുത്ത ചാർട്ടിൽ 23 മെയ് 2019 സെൻസസിൽ ഇലക്ഷന് ശേഷമുണ്ടായ മാറ്റം നോക്കാം. ഒരു ദിവസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 1.61% ഉയർച്ചയുണ്ടായി. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40,124.96 ഏറ്റവും ഹൈ ക്ലോസിംഗ് പ്രൈസിലേക്ക് പോയിട്ടുണ്ട്. അതായത് 298.82 പോയിന്റാണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. ഇനി 6 മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 3.99% ഒരു ഉയർച്ച ഉണ്ടായി കാണുന്നു. അതായത് ഏകദേശം 529.82 പോയിന്റ് ഇൻക്രീസ് ആയി. അതായത് നിലവിലുള്ള വാല്യൂ 40,931.71 ആയി വർദ്ധിച്ചു. ഇനി 1 ഇയറിന് ശേഷം ഇലക്ഷൻ റിസൾട്ടിൻ്റെ 1 ഇയറിന് ശേഷം സെൻസസിൽ അത്യാവശ്യം ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായി. 20.97% ഡൗൺ, അതായത് താഴേക്ക് വന്നായിട്ട് ഈ ചാർട്ടിൽ വരുന്നത്. അതായത് ആ ടൈമിൽ കോവിഡിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഇടിവുണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ. നമുക്ക് 260 പോയിന്റോളം ഡൗൺ ആവുകയും 30,672 ക്ലോസിംഗ് പ്രൈസിൽ എത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ 1 ഇയറിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ചാർട്ടാണ് സെൻസസ് 2009, 2014, 2019 കാലഘട്ടങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ ആണ് നമുക്ക് തന്നത്. 3 ഇൻഡെക്സുകളും കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു റിട്ടേൺസ് വന്നു. ഇനി വരുന്ന ഇലക്ഷന് ശേഷം ഇതുപോലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ?